അടുത്തത് മെറോമോർഫിക് ഫങ്ഷൻസ്. മെറോമോർഫിക് ഫങ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലക്സ് ഫങ്ഷൻസ് തന്നെ പോൾസിലല്ലാതെ ബാക്കി എല്ലായിടത്തും അനലറ്റിക് ആണെങ്കിൽ അങ്ങനെയുള്ള ഫങ്ഷൻസിനെയാണ് മെറോമോർഫിക് ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എഴുതൂലേ, എന്നിട്ട് അതിൻ്റെ സിംഗുലർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കില്ലേ, അല്ലെങ്കിൽ ഏതൊരു ഫംഗ്ഷൻ തന്നിട്ടും അനലറ്റിക് അല്ലാത്ത പോയിൻറ്റ്സ് എന്ന് പറയുന്നതാണ് സിംഗുലർ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിൻറ്റ്സ്. അങ്ങനെയുള്ള സിംഗുലർ പോയിൻറ്റ്സ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ആ സിംഗുലർ പോയിൻറ്റ്സ് പോൾസ് ആണോ എന്ന് നോക്കാം. അതെങ്ങനെയാണ് നോക്കുക? നമ്മൾ അതിൻ്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻസ് നോക്കുമ്പോൾ നെഗറ്റീവ് പവർ സീരീസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, അതായത് ബി പാർട്ട് എന്ന് പറയുന്നില്ലേ, ആ നെഗറ്റീവ് പവർ സീരീസിൽ 1 2 അല്ലെങ്കിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉള്ളെങ്കിൽ നമുക്കതിനെ പോൾസ് എന്നാണ് ആ സിംഗുലർ പോയിൻറ്റ്സിനെ വിളിക്കുക. അങ്ങനെയുള്ള സിംഗുലർ പോയിൻറ്റ്സ് മാത്രം എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലായിടത്തും ഫംഗ്ഷൻ അനലറ്റിക് ആണെങ്കിൽ അത്തരം ഫംഗ്ഷൻസിനെ വിളിക്കുന്ന പേരാണ് മെറോമോർഫിക് ഫംഗ്ഷൻസ്. അപ്പോൾ ആസ് എ ഡെഫിനേഷൻ മെറോമോർഫിക് ഫംഗ്ഷൻസ് പറയുന്നത് പോൾസിലല്ലാതെ ബാക്കി എല്ലായിടത്തും അത് അനലറ്റിക് ആണെങ്കിൽ such functions are called meromorphic functions. ഇനി question, identify poles of f of z equal to z plus 3 divided by z square into z minus 1 the whole cube into z plus 1 and g of z equal to sin square z divided by z cube. അതായത് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് തന്നിട്ടുള്ള ഫങ്ഷൻസിൻ്റെ പോൾസ് കണ്ടുപിടിക്കണം, പോൾസ് ഐഡൻറ്റിഫൈ ചെയ്യണം. പോൾസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കിട്ടിയിട്ടുള്ള പോള് സിമ്പിൾ പോളാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഡറുള്ള പോളാണോ, എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണോ, അങ്ങനെ സിംഗുലർ പോയിൻറ്റ്സിൻ്റെ പ്രത്യേകത കണ്ടുപിടിക്കാനാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ സിംഗുലർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. സിംഗുലർ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് എന്താ? ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിൻറ്റ്സ്, അല്ലെങ്കിൽ വേറൊരുത്തർ പറഞ്ഞ ഫംഗ്ഷൻ അനലറ്റിക് അല്ലാത്ത പോയിൻറ്റ്സ് ആണ് സിംഗുലർ പോയിൻറ്റ്സ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഫംഗ്ഷൻ സിംഗുലർ പോയിൻറ്റ്സ് ആവുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി അനലറ്റിക് അല്ലാത്ത പോയിൻറ്റ്സ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അപ്പോൾ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ഒന്നാമത്തത് z സ്ക്വയർ ഇൻറ്റു z മൈനസ് 1 ഇൻറ്റു ക്യൂബ് ഇൻറ്റു z പ്ലസ് 1 ഈക്വൽ ടു 0 എന്നല്ലേ. അപ്പോൾ അത് മൂന്നെണ്ണത്തിൻ്റെ പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം 0 ആണ്. അപ്പോൾ ആദ്യത്തേന്ന് കിട്ടുന്നത് z സ്ക്വയർ ഈക്വൽ ടു 0 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ 0 ആവും, അതായത് z ഈക്വൽ ടു 0 ആയി. അടുത്തത് z ഈക്വൽ ടു 1, അതെങ്ങനെ കിട്ടുന്നത്? z മൈനസ് 1 ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ z ഈക്വൽ ടു 1. അടുത്തത് z പ്ലസ് 1 ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ z ഈക്വൽ ടു മൈനസ് 1. ഇനി ഓരോന്നിൻ്റെയും ഓർഡർ നോക്കാം. z സ്ക്വയർ ഈക്വൽ ടു 0 എന്നാണ്. സെഡിൻ്റെ മേളത്തെ പവർ 2 അല്ലേ, അപ്പോൾ അത് 0 ആവുന്നത് z 0 കൊടുക്കുമ്പോഴാണ്. അപ്പോൾ z ഈക്വൽ ടു 0 ഈസ് എ പോൾ ഓഫ് ഓർഡർ 2. അടുത്തത് z മൈനസ് 1 ഹോൾ ക്യൂബ് ഈക്വൽ ടു 0 എന്ന് എടുക്കണം. അത് 0 ആവുന്നത് സെഡിന് 1 കൊടുക്കുമ്പോഴാണ്. അപ്പോൾ പവർ 3 ആയതുകൊണ്ട് ദാറ്റ്സ് എ പോൾ ഓഫ് ഓർഡർ 3. അടുത്തത് z പ്ലസ് 1 ഈക്വൽ ടു 0 എന്നാണ്. അത് 0 ആവുന്നത് സെഡിന് മൈനസ് 1 കൊടുക്കുമ്പോൾ. ഇനി അതിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 അല്ലേ, കാരണം z പ്ലസ് 1 എന്ന് പറഞ്ഞാൽ z പ്ലസ് 1 റേസ് ടു 1 എന്നാണ്. സോ z ഈക്വൽ ടു മൈനസ് 1 ഈസ് എ പോൾ ഓഫ് ഓർഡർ 1. ഇനി ഓർഡർ 1-നുള്ള പോളുകളെയാണ് സിമ്പിൾ പോൾസ് എന്ന് വിളിക്കുക. ഓർഡർ 2 ഉള്ളത് പോൾ ഓഫ് ഓർഡർ 2. സിമിലർലി നമുക്ക് എത്രയാണ് ഓർഡർ, ആ ഓർഡർ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് എ പോൾ ഓഫ് ഓർഡർ m എന്ന്. അപ്പോൾ ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് 3 പോൾസ് ആണ് ഉള്ളത്. ഫസ്റ്റ് പോൾ z ഈക്വൽ ടു മൈനസ് 1, ദാറ്റ്സ് എ പോൾ ഓഫ് ഓർഡർ 1. അടുത്തത് z ഈക്വൽ ടു 1, ദാറ്റ്സ് എ പോൾ ഓഫ് ഓർഡർ 3. അടുത്തത് z ഈക്വൽ ടു 0, ദാറ്റ്സ് എ പോൾ ഓഫ് ഓർഡർ 2. ഒരു ക്വസ്റ്റ്യൻ കൂടി തന്നിട്ടില്ലേ, g ഓഫ് z ഈക്വൽ ടു സൈൻ സ്ക്വയർ z ഡിവൈഡഡ് ബൈ z ക്യൂബ്. അപ്പോൾ ഇത് ഇങ്ങനെ നിങ്ങൾ ഡയറക്റ്റ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. അപ്പോൾ z ക്യൂബ് ഈക്വൽ ടു 0 എന്ന് കിട്ടി, ദാറ്റ് z ഈക്വൽ ടു 0. ഓർഡർ 3 ആയതുകൊണ്ട് z ഈക്വൽ ടു 0 ഈസ് എ പോൾ ഓഫ് ഓർഡർ 3 എന്ന് എഴുതും. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഈ ന്യൂമറേറ്ററിൽ കാണുന്ന ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് കൂടെ നോക്കണം. ന്യൂമറേറ്ററിൽ കാണുന്ന സൈൻ സ്ക്വയർ സെഡ് എന്നല്ലേ, അതായത് സൈൻ സെഡിന് നമുക്കൊരു ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഉണ്ട്. അതായത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ടു റിമെമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു 5-6 സീരീസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലൊരു സീരീസാണ് സൈൻ സെഡിൻ്റെ സീരീസ്. ഇതൊക്കെ നമുക്ക് സെഡിൻ്റെ പവേഴ്സിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ടേംസാണ്. അപ്പം ഇങ്ങനെയുള്ളതിൻ്റെ പോൾസ് കണ്ടുപിടിക്കുന്ന സമയത്ത് ആദ്യം ന്യൂമറേറ്റർ ഉള്ളതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. എന്നിട്ട് വേണം അതിൽ നിന്ന്
ഡിനോമിനേറ്റർ കൂടി ഡിവൈഡ് ചെയ്തിട്ടുള്ള ഡെറിവേഷൻ നടത്താനായിട്ട്. അപ്പോൾ സൈൻ സെറ്റിൻ്റെ സീരീസ് എപ്പോഴും സെഡിലുള്ളതാണ്. അതെങ്ങനെ വരുന്നത്? സെഡ് മൈനസ് സെഡ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് സെഡ് റേസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞ് സെഡിൻ്റെ ഓഡ് പവേഴ്സിലുള്ള സീരീസാണ് സൈൻ സെറ്റിൻ്റെ സീരീസ്. അപ്പോൾ സൈൻ സെറ്റിൻ്റെ സീരീസിനകത്ത് ഒരു സെഡ് ഉണ്ട്, സെഡ് ക്യൂബ് ഉണ്ട്, അത്രയും ഓർത്ത് വെച്ചേക്കാം. സൈൻ സ്ക്വയറിൻ്റെ സീരീസ് വരുമ്പോൾ ഇതിന് മൊത്തത്തിൽ നമ്മൾ സ്ക്വയർ ചെയ്യല്ലേ. അപ്പോൾ സെഡിൻ്റെ സ്ക്വയർ വരും, സെഡ് ക്യൂബിൻ്റെ സ്ക്വയർ വരും, സെഡ് റേസ് ടു 5ൻ്റെ സ്ക്വയർ വരും. അങ്ങനെ സെഡിൻ്റെ ഈവൺ ഓഡ് പവേഴ്സിൻ്റെ ഒക്കെ സ്ക്വയേഴ്സ് വരും. ഇനി നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ ജി ഓഫ് സെഡ് ഈക്വൽ ടു സൈൻ സ്ക്വയർ സെഡ് ബൈ സെഡ് ക്യൂബ് എന്നാണ്. അപ്പോൾ വീണ്ടും നോക്കാം. സൈൻ സ്ക്വയർ സെഡിൻ്റെ സീരീസ് എക്സ്പാൻഷനെ ഡിവൈഡഡ് ബൈ സെഡ് ക്യൂബ് കൊടുത്തു കഴിയുമ്പോൾ ഫസ്റ്റത്തെ ടേം വരുന്നത് സെഡിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ സെഡ് ക്യൂബ് എന്നായിരിക്കും. അപ്പോൾ അതിനകത്ത് രണ്ട് സെഡിൻ്റെ ടേംസ് വെട്ടിക്കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 1/z എന്നായിരിക്കും. അപ്പോൾ 1/z വെച്ചിട്ടാണ് സൈൻ സ്ക്വയർ സെഡ് ബൈ സെഡ് ക്യൂബ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ആകെ 0 വരാൻ അല്ലെങ്കിൽ ന്യൂമറേറ്റർ 0 ആവാൻ ആകെ സാധ്യതയുള്ളത് സെഡ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോഴാണ്. ഇനി അതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇതിപ്പോൾ ഞാൻ എന്താ പറയുക, എനിക്ക് സൈൻ സ്ക്വയർ സെറ്റിൻ്റെ അല്ലെങ്കിൽ സൈൻ സെറ്റിൻ്റെ സീരീസ് പെട്ടെന്ന് അറിയാവുന്നത് കൊണ്ടും അല്ലെങ്കിൽ ആ 5 സീരീസുകൾ എഴുതിയിട്ടില്ലേ, ഈ റെസ്റ്റ് സെഡിൻ്റെ 1/1 പ്ലസ് സെഡിൻ്റെ 1/1 മൈനസ് സെഡിൻ്റെ സൈൻ സെഡിൻ്റെ കോസ് സെഡിൻ്റെ ഈ 5 സീരീസ് എഴുതി വെച്ചത് ഞാൻ പഠിച്ചത് കൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റിയത്. അതുമാതിരി നിങ്ങൾക്കും പറയാൻ പറ്റണമെങ്കിൽ ആ 5 സീരീസും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കും. എന്നിട്ട് അതിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ള എന്താ പറയുക സിംഗുലർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ. ഇനി അത് ഓർമ്മ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ടേലർ സീരീസ് എക്സ്പാൻഷൻ എഴുതി നോക്കണം സൈൻ സെഡിൻ്റെ. എന്നിട്ട് അതിനെ സ്ക്വയർ ചെയ്യുക, ഡിവൈഡഡ് ബൈ സെഡ് ക്യൂബ് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനകത്ത് സെഡിന് എത്ര നെഗറ്റീവ് പവേഴ്സ് ഉണ്ടെന്ന് നോക്കുക. അതായത് സെഡ് ഡിനോമിനേറ്ററിൽ വരുന്ന എത്ര ടേംസ് ഉണ്ടെന്ന് നോക്കുക. അതിൽ ഹയസ്റ്റ് ഡിഗ്രി എത്രയാണെന്ന് നോക്കുക. അതായത് ഇപ്പോൾ ചിലപ്പോൾ 1/z എന്നായിരിക്കും, അല്ലെങ്കിൽ 1/z സ്ക്വയർ വെച്ചിട്ടായിരിക്കും അവസാനിക്കുന്നത്, അല്ലെങ്കിൽ 1/z ക്യൂബ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ 1/z ക്യൂബാണുള്ളതെങ്കിൽ അതിൻ്റെ സിംഗുലാർ പോയിൻ്റ് സെഡ് ഈക്വൽ ടു 0 ആണ്. ഡിഗ്രി 3 ആയതുകൊണ്ട് ദാറ്റ്സ് എ പോൾ ഓഫ് ഓർഡർ 3 എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കുമ്പോൾ സെഡ് ഈക്വൽ ടു 0 ഈസ് എ പോൾ ഓഫ് ഓർഡർ 1 എന്നാണ് കിട്ടുക. ദെർഫോർ സെഡ് ഈക്വൽ ടു 0 ഈസ് എ സിമ്പിൾ പോൾ. അടുത്തത് റെസിഡ്യൂ തിയറം. റെസിഡ്യൂ തിയറം കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ആണ്. അതിൻ്റെ സിംപ്ലർ ഫോമാണ് റെസിഡ്യൂ തിയറം. റെസിഡ്യൂ തിയറം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ഓഫ് എഫ് ഓഫ് സെഡ് ഇൻസൈഡ് സി. അതായത് നമുക്ക് തന്നിട്ടുള്ളൊരു ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു കർവും തന്നിട്ടുണ്ടായിരിക്കും, ഒരു ക്ലോസ്ഡ് കർവ് അല്ലെങ്കിൽ ക്ലോസ്ഡ് കോണ്ടൂർ. അത് വെച്ചിട്ട് നമുക്ക് ആ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് ഉത്തരം എന്ന് പറയുന്നത് ആ കർവിൻ്റെ ഉള്ളിൽ ഏതൊക്കെ റെസിഡ്യൂസ് വരുന്നുണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ സിംഗുലാർ പോയിൻറ്റ്സ് വരുന്നുണ്ടെന്ന് നോക്കാം. ആ ഉള്ളിലുള്ള സിംഗുലാർ പോയിൻറ്റ്സിൻ്റെ എല്ലാം റെസിഡ്യൂ കണ്ടുപിടിക്കുക. ആ കിട്ടിയ റെസിഡ്യൂസ് എല്ലാം കൂട്ടുക, അതിന് 2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡിന് ഈക്വൽ ആയിരിക്കും അത്. എന്തൊക്കെ കണ്ടുപിടിക്കുന്നത്? നമുക്കിപ്പോൾ 10 റെസിഡ്യൂ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിച്ചോ. നമുക്ക് തന്നിട്ടുള്ള കർവ് ഒരു കുഞ്ഞൊരു സർക്കിളാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് 10 റെസിഡ്യൂ കിട്ടിയത് മൊത്തം ഇതിൻ്റെ ഉള്ളിലാണ്, ആ സർക്കിളിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നതെങ്കിൽ സിംഗുലാർ പോയിൻറ്റ്സ് 10 സിംഗുലാർ പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ആ 10 സിംഗുലാർ പോയിൻറ്റ്സും ആ സർക്കിളിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നതെങ്കിൽ ആ 10 സിംഗുലാർ പോയിൻറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിഡ്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ റെസിഡ്യൂസ് എല്ലാം കൂടെ കൂട്ടുക, അതിനെ 2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് കിട്ടും. സപ്പോസ് എനിക്ക് 10 സിംഗുലാർ പോയിൻറ്റ്സ് തന്നെ കിട്ടി, പക്ഷെ അതിനകത്ത് 5 എണ്ണം മാത്രമാണ് ഈ സർക്കിളിൻ്റെ ഉള്ളിൽ കിടക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പം നിങ്ങൾ മൊത്തം 10 എണ്ണത്തിൻ്റെ റെസിഡ്യൂ കണ്ടുപിടിക്കേണ്ട, സർക്കിളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന 5 എണ്ണത്തിൻ്റെ മാത്രം റെസിഡ്യൂ കണ്ടുപിടിച്ചതിന് ശേഷം ആ 5 സിംഗുലാർ പോയിൻറ്റ്സിൻ്റെ റെസിഡ്യൂവും കൂടെ കൂട്ടുക. എന്നിട്ട് അതിനെ 2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഈ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറഞ്ഞ വാല്യൂ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ റെസിഡ്യൂ തിയറം. സോ റെസിഡ്യൂ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ഓഫ് എഫ് ഓഫ് സെഡ് ഇൻസൈഡ് സി
വേർ ദ ഇൻ്റഗ്രൽ അറൗണ്ട് സി ഈസ് ഇൻ ദ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഞാൻ പറഞ്ഞുതരാം. ഇനി റെസിഡ്യൂസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ 2-3 മെത്തേഡ്സിൽ നമുക്ക് റെസിഡ്യൂ കണ്ടുപിടിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എഴുതിയിട്ട് 1/z കോഎഫിഷ്യൻ്റ് എന്താണോ വരുന്നത് അതായിരിക്കും റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു 0 വരുന്നത്. ഇനി 1/z-z0 കോഎഫിഷ്യൻ്റ് എത്രയാണോ വരുന്നത് അതായിരിക്കും z0 കറസ്പോണ്ടിങ് റെസിഡ്യൂ എന്ന് പറയുന്നത്. So first method Lorentz series method ആണ്. If it is easy to write down the Lorentz series for f of z about z equal to z0, then the residue is the coefficient b1 of the term 1/z minus z0. അതായത് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഏതാ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുവാണെങ്കിൽ ആ തന്നിട്ടുള്ള ഫംഗ്ഷൻ്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഏതാ എന്നിട്ട് 1/z minus z0 എന്ന് പറഞ്ഞ ടേം എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും z0 എന്ന് പറഞ്ഞ പോയിന്റിലെ റെസിഡ്യൂ. രണ്ടാമത്തത് നമുക്ക് കിട്ടിയിട്ടുള്ള z0 എന്ന് പറഞ്ഞ സിംഗുലാർ പോയിന്റ് സിമ്പിൾ പോളാണോ എന്ന് നോക്കണം. സിമ്പിൾ പോളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിഗ്രി 1 ആയിരിക്കണം. ആ ടേമിൻ്റെ 1/z minus z0 ഡിഗ്രി 1 ആയിരിക്കണം. അങ്ങനെയുള്ള സിമ്പിൾ പോളാണ് z0 എന്ന് പറഞ്ഞ പോയിൻ്റെങ്കിൽ റെസിഡ്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ റെസിഡ്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ താഴെ എഴുതിയിരിക്കുന്ന പോലെയാണ്. RES f of z താഴെ z equal to z0. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം റെസിഡ്യൂ ഓഫ് f of z അറ്റ് z equal to z0. z0 എന്ന് പറഞ്ഞ സിംഗുലാർ പോയിന്റിലെ f of z റെസിഡ്യൂ ആണ് ഈ റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ലിമിറ്റ് z tends to z0 z minus z0 ഇൻറ്റു എഫ് ഓഫ് z എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. വേറൊരു തരത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ R ഓഫ് z0. ഇനി മൂന്നാമത്തത് തന്നിട്ടുള്ള ഫംഗ്ഷൻ സം g ഓഫ് z ബൈ h ഓഫ് z ഫോമാറ്റിലാണെങ്കിൽ, അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉള്ള ടേമിലാണ് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് z കിടക്കുന്നതെങ്കിൽ റെസിഡ്യൂ അറ്റ് z0 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ g ഓഫ് z0 ഡിവൈഡഡ് ബൈ h ഡാഷ് ഓഫ് z0. ഇഫ് f of z equal to g of z by h of z and g of z0 not equal to 0. ഓക്കെ, ഇനി h ഓഫ് z0 സീറോയും ആവണം, h ഡാഷ് ഓഫ് z0 നോൺ സീറോയും ആവണം. ഇനി മൾട്ടിപ്പിൾ പോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡർ രണ്ടോ അതിലധികമോ വരുവാണെങ്കിലാണ് ദാറ്റ്സ് എ പോൾ ഓഫ് ഓർഡർ 2, ഓർഡർ 3 അല്ലെങ്കിൽ ഓർഡർ n എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള സിംഗുലർ പോയിൻ്റ് ഒരു പോൾ ഓഫ് ഓർഡർ m ആണെങ്കിൽ അതിൻ്റെ റെസിഡ്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ R of z0 equal to 1/m minus 1 factorial limit z tends to z0 dm minus 1 by dz raised to m minus 1 z minus z0 raised to m f of z. അതായത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എഫ് ഓഫ് സെഡിനെ z minus z0 raised to n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം നമ്മുടെ ഫംഗ്ഷൻ ഒന്നുകൂടെ ചെറുതാവുകയാണ് ചെയ്യുക, വലുതാവല്ല കേട്ടോ. എന്നിട്ട് അതിൻ്റെ m-1th ഡെറിവേറ്റീവ് വരെ കണ്ടുപിടിക്കാം. അതായത് സപ്പോസ് നമുക്ക് കിട്ടിയത് z0 എന്ന് പറഞ്ഞ സിംഗുലർ പോയിന്റ് പോൾ ഓഫ് ഓർഡർ 3 ആണെങ്കിൽ z minus z0 raised to 3 എഫ് ഓഫ് z എന്ന് പറഞ്ഞ ടേം കണ്ടുപിടിക്കാം. എന്നിട്ട് അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് വരെ കണ്ടുപിടിക്കാം. എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിനെ 1/m-1 ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ റെസിഡ്യൂ കിട്ടും. അപ്പോൾ അങ്ങനെ എല്ലാ റെസിഡ്യൂസും കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇൻ്റഗ്രലാണ് കണ്ടുപിടിക്കണമെങ്കിൽ സർക്കിളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സിംഗുലർ പോയിൻറ്റ്സിൻ്റെ ഒക്കെ റെസിഡ്യൂ കണ്ടുപിടിച്ചു കൂട്ടിയിട്ട് 2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ഇത് റെസിഡ്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് R of 1 if f of z equal to e raised to z divided by z minus 1. അതായത് റെസിഡ്യൂ അറ്റ് 1ലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുള്ളത് e raised to z by z minus 1. അപ്പോൾ അതിനാദ്യം തന്നെ സിംഗുലർ പോയിന്റ് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട് 1 എന്ന് പറഞ്ഞ സിംഗുലർ പോയിന്റിലെ റെസിഡ്യൂ ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ ഇത് ഇപ്പോൾ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ തേർഡ് മെത്തേഡില്ലേ ജി ഓഫ് സെഡ് ബൈ എച്ച് ഓഫ് സെഡ് ഫോമാറ്റിലാണ് കിടക്കുന്നത്, അത് കണ്ടുപിടിക്കാം. സിമ്പിൾ പോളാണോ എന്ന് നോക്കിയിട്ട് ആ മെത്തേഡിലും കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ വെച്ചിട്ടാണ്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സെഡ് ഈക്വൽ ടു 1 കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സെഡ് ഈക്വൽ ടു 1 റെസിഡ്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ Z-1 ലോറൻസ് സീരീസ് എക്സ്പാൻഷനാണ് വേണ്ടത്, അല്ലാതെ സെഡിൻ്റെ പവേഴ്സിലുള്ള ലോറൻസ് സീരീസ് അല്ല വേണ്ടത്. അപ്പോൾ e⁻Z എക്സ്പാൻഷൻ അല്ല അവിടെ യൂസ് ചെയ്യേണ്ടത്, e⁻Z-1 എക്സ്പാൻഷനാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ഒരു e⁻Z-1 കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ e⁻Z-നെ e ഇൻറ്റു e⁻Z-1 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ Z-1 ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ടായത് അതുപോലെ തന്നെ എഴുതി. എന്നിട്ട് e/Z-1 പുറത്തേക്ക് എടുത്ത് e⁻Z-1 വേറൊരു ഫംഗ്ഷനാക്കി എഴുതി. ഇനി ഈ റൈറ്റ് സൈഡിൽ കാണുന്ന e⁻Z-1ൻ്റെ സീരീസ് എക്സ്പാൻഷൻ കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് e⁻Z-ൻ്റെ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ 1 + Z + Z² / 2 ഫാക്ടോറിയൽ + Z³ / 3 ഫാക്ടോറിയൽ + എക്സെട്രയാണ്. അപ്പോൾ കറസ്പോണ്ടിങ് e⁻Z-1ൻ്റെ വരുമ്പോൾ ഈ പുറത്തുള്ള e/Z-1 അതുപോലെ തന്നെ എഴുതി, ബാക്കിയുള്ളത് 1 + Z-1 × Z-1² / 2 ഫാക്ടോറിയൽ + എക്സെട്ര. ഇനി പുറത്തുള്ള e/Z-1 ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് കൊടുത്തു കഴിയുമ്പോൾ ഈ ഒരു ഫോമാറ്റിൽ വരും. നമുക്ക് റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ 1/Z-1ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. അത് കിടക്കുന്നത് e അല്ലേ, e/Z-1 എന്നല്ലേ ഫസ്റ്റത്തെ ടേം, അതായത് 1/Z-1ൻ്റെ കോഎഫിഷ്യൻ്റ് e. Therefore residue of f of z at z = 1 is e എന്ന് കിട്ടി. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് r of -1/2 ആൻഡ് r of 5 for f of z = z divided by 2z + 1 and 5 - z. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് റെസിഡ്യൂ അറ്റ് -1/2 കണ്ടുപിടിക്കണം, റെസിഡ്യൂ അറ്റ് 5 കണ്ടുപിടിക്കണം. അപ്പോൾ ഇനി നോക്കിക്കേ, ഫംഗ്ഷൻ്റെ ഡിനോമിനേറ്ററിൽ ആകെ 2 ടേംസേ ഉള്ളൂ, അതിൻ്റെ എല്ലാം ഡിഗ്രി 1 ആണ്. അപ്പോൾ ഈ തന്നിട്ടുള്ള -1/2 എന്ന് പറയുന്നതും 5 എന്ന് പറയുന്നതും ഡിനോമിനേറ്റർ = 0 കൊടുക്കുമ്പോൾ സെഡിന് കിട്ടുന്ന വാല്യൂസ് ആണ്. ഓർഡർ 1 ആയതുകൊണ്ട് -1/2ഉം 5ഉം സിംഗുലർ പോയിൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ പോൾസ് ആണ് ഓഫ് ഓർഡർ 1. അപ്പോൾ റെസിഡ്യൂ കണ്ടുപിടിക്കാനുള്ള സെക്കൻഡ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടി ഈ ലോറൻസ് സീരീസ് എഴുതുന്നേക്കാൾ എളുപ്പത്തിൽ ആ ഒരു മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ r of -1/2 കണ്ടുപിടിക്കുന്നത് ലിമിറ്റ് z ടെൻഡ്സ് ടു e-1/2 ഇൻറ്റു Z-Z0 എന്നാണ്. ഇവിടെ Z0ൻ്റെ വാല്യൂ -1/2 ആയിരുന്നു. അപ്പോൾ Z-1/2 ഇൻറ്റു f of z. അപ്പോൾ ഞാൻ f of z എഴുതി. അപ്പോൾ ഇതിനകത്തൊരു Z-1/2 എന്ന് പറഞ്ഞാൽ Z+1/2 അല്ലേ. അപ്പോൾ അത് വരുത്താൻ വേണ്ടിയിട്ട് താഴെയുള്ള f of z-ൻ്റെ ഡിനോമിനേറ്ററിൽ 2 കോമൺ ആയിട്ട് പുറത്തെടുത്തു. അപ്പോൾ Z+1/2 ഇൻറ്റു Z ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു Z+1/2 ഇൻറ്റു 5 - z എന്ന് വരും. അപ്പോൾ Z+1/2 കോമൺ ആയിട്ട് വെട്ടിപ്പോയില്ലേ, ബാക്കിയുള്ളത് ലിമിറ്റ് z ടെൻഡ്സ് ടു -1/2 Z ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 5 - z എന്ന് കിട്ടി. ഇനി ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ -1/22 എന്ന് ആൻസർ കിട്ടും. അടുത്തത് r of 5 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സെയിം മെത്തേഡ് യൂസ് ചെയ്യുക. ലിമിറ്റ് z ടെൻഡ്സ് ടു 5 Z - Z0 ഇൻറ്റു f of z. ഇവിടെ Z0 എന്ന് പറഞ്ഞാൽ 5 അല്ലേ. അപ്പോൾ Z-5 ഇൻറ്റു f of z എഴുതി. f of z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Z-5 ആണ് മേളിലുള്ളത്, താഴെയുള്ളത് 5 - z ആണ്. അപ്പോൾ ഒരു മൈനസിൻ്റെ വ്യത്യാസമില്ലേ. അപ്പോൾ ഡിനോമിനേറ്ററിൽ നിന്ന് മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുക്കുക, എന്നിട്ട് Z-5 ക്യാൻസൽ ചെയ്ത് കളയുക, ബാക്കിയുള്ളതിന് ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ z കാണുന്നിടത്തെല്ലാം 5 കൊടുക്കുമ്പോൾ -5/11 ആൻസർ കിട്ടും. അടുത്തത് ഫൈൻഡ് r of 0 for f of z = cos z ഡിവൈഡഡ് ബൈ z. അപ്പോൾ r of 0 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ലിമിറ്റ് z ടെൻഡ്സ് ടു 0 Z-0 ഇൻറ്റു f of z എന്നാണ് വരിക. Z-0 എന്ന് പറഞ്ഞാൽ z തന്നെയല്ലേ. അപ്പോൾ z ഇൻറ്റു f of z-ൻ്റെ ഇക്വേഷൻ എഴുതി, z ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി ലിമിറ്റ് z ടെൻഡ്സ് ടു 0 cos z എന്നാണ് കിട്ടുക. ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ റെസിഡ്യൂ 1 ആണെന്ന് കിട്ടും. അടുത്തത് ഫൈൻഡ് ദ റെസിഡ്യൂ ഓഫ് cot z at z = 0. ഇത് സെയിം മെത്തേഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ cot z-നെ cos z ബൈ sin z എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടായാലും ചെയ്യാം. സോ r of 0 = ഇതിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇത് ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട്, അതായത് ലിമിറ്റ് z ടെൻഡ്സ് ടു 0 z ഇൻറ്റു cot z എന്ന് കൊടുക്കാം. എന്നിട്ട് അത് റീഅറേഞ്ച് ചെയ്ത് ലിമിറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ആൻസർ 1 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഈ തേർഡ് മെത്തേഡ് ഉണ്ടായിരുന്നില്ലേ, അതായത് g of z ബൈ h of z ഫോമാറ്റിലാണ് കിടക്കുന്നതെങ്കിൽ ആ ഒരു മെത്തേഡിലും യൂസ് ചെയ്തിട്ട്
ആർ ഓഫ് 0 ഈക്വൽ ടു 1 എന്ന് കിട്ടും. അടുത്ത് ഫൈൻഡ് ദ റെസിഡ്യൂ ഓഫ് സൈൻ സെഡ് ബൈ 1 മൈനസ് സെഡ് റേസ് ടു 4 അറ്റ് സെഡ് ഈക്വൽ ടു ഐ. അപ്പോൾ ആർ ഓഫ് ഐ ഈക്വൽ ടു ന്യൂമറേറ്റർ സൈൻ സെഡ് ആണ്, ഡിനോമിനേറ്റർ 1 മൈനസ് സെഡ് റേസ് ടു 4 ആണ്. അപ്പോൾ ന്യൂമറേറ്റർ അറ്റ് സെഡ് ഈക്വൽ ടു ഐയിലും ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് അറ്റ് സെഡ് ഈക്വൽ ടു ഐയിലുമാണ്. എന്താ പറയുക, റാഷണൽ ഫോമിലാണ് നമ്മുടെ ഫംഗ്ഷൻ കിടക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ്, അതായത് റെസിഡ്യൂ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് 3. അപ്പോൾ സൈൻ സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു ഐയിൽ വരുമ്പോൾ സൈൻ ഐ എന്ന് വരും. ഇനി 1 മൈനസ് സെഡ് റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് ആണ് അറ്റ് സെഡ് ഈക്വൽ ടു ഐയിൽ കൊടുക്കേണ്ടത്. അപ്പോൾ -4 സെഡ് ക്യൂബ് അറ്റ് സെഡ് ഈക്വൽ ടു ഐ. സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ 1/4i ഇൻറ്റു ഐ സൈൻ എച്ച് 1 എന്ന് കിട്ടും. ഐയും വെട്ടിപ്പോയിട്ട് 1/4 സൈൻ എച്ച് 1 എന്ന് ഫൈനൽ ആൻസർ കിട്ടും. അടുത്തത് ഓർഡർ ഒന്നിൽ കൂടുതൽ വരുന്നത്, സിംഗുലാർ പോയിൻറ്റ്സിൻ്റെ ഓർഡർ ഒന്നിൽ കൂടുതൽ വരുന്നത്. ഫൈൻഡ് ദ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ഇൻറ്റു സൈൻ സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് പൈ ദ ഹോൾ ക്യൂബ് അറ്റ് സെഡ് ഈക്വൽ ടു പൈ. അപ്പോൾ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ സെഡ് ഈക്വൽ ടു പൈ എന്നാണ് കിട്ടുക. അപ്പോൾ സിംഗുലാർ പോയിന്റ് നമുക്ക് കിട്ടിയത് സെഡ് ഈക്വൽ ടു പൈ എന്നാണ്. പക്ഷെ അതിൻ്റെ ഡിഗ്രി കിടക്കുന്നത് 3 അല്ലേ. സോ സെഡ് ഈക്വൽ ടു പൈ ഈസ് എ പോൾ ഓഫ് ഓർഡർ 3. ഇനി ഓർഡർ m ആയിട്ടുള്ളത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1/m-1 ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ വരുമ്പോൾ 1/2 ഫാക്ടോറിയൽ ലിമിറ്റ് സെഡ് ടെൻസ് ടു പൈ d റേസ് ടു m-1 ബൈ d സെഡ് റേസ് ടു m-1 എന്നാണ്. അതായത് d² ഓഫ് z മൈനസ് പൈ റേസ് ടു 3 ഇൻറ്റു എഫ് ഓഫ് സെഡ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ z-3 ദ ഹോൾ ക്യൂബ് വെട്ടിപ്പോവും. ബാക്കി z സൈൻ സെഡ് എന്ന് മാത്രമേ വരത്തുള്ളൂ. അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് ലിമിറ്റ് കൊടുത്ത് ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള റെസിഡ്യൂ ആവും. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് സെഡ് ഇൻറ്റു കോസ് സെഡ് പ്ലസ് സൈൻ സെഡ് എന്ന് കിട്ടും. അതിൻ്റെ ഒരു പ്രാവശ്യം കൊണ്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ സെഡ് ഇൻറ്റു മൈനസ് സൈൻ സെഡ് പ്ലസ് കോസ് സെഡ് എന്ന് കിട്ടും. ഇനി സെഡ് ഈക്വൽ ടു പൈ എന്ന് കൊടുക്കുക, അതായത് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ സൈൻ പൈ ഒക്കെ 0 ആയിപ്പോൾ കോസ് പൈ ഒക്കെ -1 ആവും. ഫൈനൽ ആൻസർ -1 എന്ന് കിട്ടും. അപ്പോൾ ഇനിയുള്ളത് ഓക്കെ, ഇത് റെസിഡ്യൂ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് റെസിഡ്യൂ തിയറം യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് നോക്കുന്നത്. അതായത് ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് 5 മെത്തേഡിലാണ് ഈ റെസിഡ്യൂ തിയറം നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്ലിക്കേഷൻ വരുന്നത്. അതിൽ ഫസ്റ്റത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ, സപ്പോസ് എനിക്ക് കണ്ടുപിടിക്കേണ്ട ഇൻ്റഗ്രൽ ഈ ഒരു ഫോമാറ്റിലുള്ളതാണെന്ന് ചോദിച്ചോ. ഇൻ്റഗ്രൽ ഓവർ 0 to 2π d തീറ്റ ഡിവൈഡഡ് ബൈ 5 + 4 cos തീറ്റ. ഇതിൻ്റെ ഇൻ്റഗ്രലാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റെസിഡ്യൂ തിയറം യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക. റെസിഡ്യൂ തിയറം എന്ന് പറയുന്നത് എന്തായിരുന്നു? 2πa ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ഇൻസൈഡ് സി. അപ്പോൾ ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ ഒന്ന് നോക്കി വെച്ചേക്കുക. d തീറ്റ ഡിവൈഡഡ് ബൈ a + b കോസ് തീറ്റ, അല്ലെങ്കിൽ d തീറ്റ ഡിവൈഡഡ് ബൈ a + b സൈൻ തീറ്റ. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടി സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ z ഈക്വൽ ടു e റേസ് ടു i തീറ്റ എന്ന് കൊടുക്കാം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂണിറ്റ് സർക്കിളാണ് നമ്മൾ c ആക്കിയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ യൂണിറ്റ് സർക്കിളിനകത്താണ് 0 മുതൽ 2π വരെ വാല്യൂ വരുന്നത്. മോഡ് z ഈക്വൽ ടു 1. മോഡ് z ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ യൂണിറ്റ് സർക്കിൾ 0 സെൻറ്റർ ആക്കി വെച്ചിട്ടുള്ളത്. ഇനി z ഈക്വൽ ടു e റേസ് ടു i തീറ്റ, അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ dz ഈക്വൽ ടു i e റേസ് ടു i തീറ്റ d തീറ്റ എന്ന് കിട്ടും. അതായത് iz d തീറ്റ എന്ന് കിട്ടും. അതിൽ നിന്ന് d തീറ്റ കണ്ടുപിടിക്കുമ്പോൾ 1/iz ഇൻറ്റു dz എന്ന് കിട്ടും. ഇനി കോസ് തീറ്റയും സൈൻ തീറ്റയും ഒക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ കോസ് തീറ്റ കാണുന്നിടത്തെല്ലാം z + 1/z ഡിവൈഡഡ് ബൈ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സൈൻ തീറ്റ കാണുന്നിടത്തെല്ലാം z - 1/z ഡിവൈഡഡ് ബൈ 2i എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 to 2πക്ക് പകരം ക്ലോസ്ഡ് ഇൻ്റഗ്രൽ c എന്ന് കൊടുത്തേക്കാം. മേളിലൊരു d തീറ്റ ഇല്ലേ, d തീറ്റയ്ക്ക് പകരം 1/iz dz എന്ന് കൊടുക്കുക. ഡിവൈഡഡ് ബൈ 5 + 4 അതുപോലെ തന്നെ എഴുതി കോസ് തീറ്റയ്ക്ക് പകരം z + 1/z ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുക്കുക. എന്നിട്ട് ഇതിനെല്ലാം സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഫോമാറ്റിലേക്ക്, അതായത് റാഷണൽ ഫോമിലേക്ക് ഇതിനൊന്ന് കൊണ്ടുവരാം.
അപ്പോൾ എനിക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയത് 1/i ഇൻ്റഗ്രൽ ഓവർ സി dz ഡിവൈഡഡ് ബൈ 2z + 1 ഇൻറ്റു z + 2 എന്നാണ്. അപ്പോൾ ഇനി നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സിംഗുലർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. ഇതിൻ്റെ സിംഗുലർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2z + 1 = 0 എന്നും കൊടുക്കുക, z + 2 0 എന്നും കൊടുക്കണം. അപ്പോൾ കിട്ടുന്നത് z = -2 എന്ന് കിട്ടും, അടുത്തത് z = -1/2 എന്ന് കിട്ടും. നമുക്ക് തന്നിട്ടുള്ള സർക്കിൾ യൂണിറ്റ് സർക്കിളാണ്, അതായത് 1 റേഡിയസ് ഉള്ള സർക്കിളാണ് 0 ഒറിജിനാക്കി വെച്ചിട്ടുള്ളത്. 0 ഒറിജിനാക്കിയിട്ട് 1 റേഡിയസ് ഉള്ള സർക്കിൾ നിങ്ങൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ -2 എന്ന് പറഞ്ഞ പോയിൻറ്റ് ആ സർക്കിളിൻ്റെ പുറത്തായിരിക്കും കിടക്കുക, -1/2 എന്ന് പറഞ്ഞ പോയിൻറ്റ് സർക്കിളിൻ്റെ ഉള്ളിലാണ് കിടക്കുക. അപ്പോൾ ഈ -1/2 എന്ന് പറഞ്ഞ ഉള്ളിൽ കിടക്കുന്ന പോയിൻറ്റിൻ്റെ മാത്രം റെസിഡ്യൂ കണ്ടുപിടിക്കുക, അല്ലാതെ -2 എന്ന് പറഞ്ഞ് പുറത്ത് കിടക്കുന്ന പോയിൻറ്റിൻ്റെ റെസിഡ്യൂ കണ്ടുപിടിക്കേണ്ട. അതായത് നമുക്ക് 2 സിംഗുലർ പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്, -1/2 കിട്ടിയിട്ടുണ്ട്, -2 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സർക്കിളിൻ്റെ അകത്ത് കിടക്കുന്ന സർക്കിൾ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സർക്കിളാണ്, 1 റേഡിയസ് ഉള്ള സർക്കിൾ കേട്ടോ. അപ്പോൾ ആ യൂണിറ്റ് സർക്കിളിൻ്റെ അകത്ത് കിടക്കുന്ന സിംഗുലർ പോയിൻറ്റിൻ്റെ മാത്രം റെസിഡ്യൂ കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ സപ്പോസ് ഇത് രണ്ടും അകത്തായിരുന്നു എന്ന് വിചാരിച്ചോ, 1 റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ അകത്തായിരുന്നു ഈ 2 സിംഗുലർ പോയിൻറ്റ്സ് എങ്കിൽ ആ 2 സിംഗുലർ പോയിൻറ്റ്സിൻ്റെയും റെസിഡ്യൂ കണ്ടുപിടിക്കേണ്ട വന്നേനെ. യൂസ് ചെയ്യേണ്ട ഫംഗ്ഷൻ 1/2z + 1 ഇൻറ്റു z + 2, അല്ലാതെ ആദ്യം കിടക്കുന്ന സൈൻ തീറ്റയും കോസ് തീറ്റയും ഉള്ള ഇക്വേഷൻ അല്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആകെ -1/2 മാത്രമേ ഉള്ളൂ. സോ ഞാൻ അതിൻ്റെ മാത്രം റെസിഡ്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. സോ r of -1/2 = ലിമിറ്റ് z ടെൻസ് ടു -1/2 z + 1/2 ഇൻറ്റു f of z. f of z ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്തു, അതായത് 1/2z + 1 ഇൻറ്റു z + 2 ആയിരുന്നു f of z. അതിൽ നിന്ന് 2 കോമൺ ആയിട്ട് പുറത്തെടുത്തു, എന്നിട്ട് വെട്ടിപ്പോയി സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ 1/3 എന്ന് എനിക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഈ മേളിൽ കിടക്കുന്ന ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, 1/i ഇൻ്റഗ്രൽ ഓവർ സി dz / 2z + 1 ഇൻറ്റു z + 2, ഇതിൽ ഈ ഇൻ്റഗ്രൽ കഴിഞ്ഞിട്ടുള്ള പോർഷനിൽ ഞാൻ റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ എനിക്ക് തന്നിട്ടുള്ള ഇൻ്റഗ്രൽ i = therefore by റെസിഡ്യൂ തിയറം i = 1/i അവിടെ ഉണ്ടായിരുന്നു, അതങ്ങനെ തന്നെ എഴുതി, ഇൻ്റഗ്രൽ ഓവർ സി dz ഡിവൈഡഡ് ബൈ 2z + 1 ഇൻറ്റു z + 2 which is equal to 1/i ഇൻറ്റു റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റഗ്രലിന് പകരം എനിക്ക് 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് എന്ന് എഴുതാം, സം ഓഫ് റെസിഡ്യൂസ് ഓഫ് സിംഗുലർ പോയിൻറ്റ്സ് ഇൻസൈഡ് സി. സോ 1/i ഇൻറ്റു 2πi ഇൻറ്റു റെസിഡ്യൂ ആകെ ഒരെണ്ണത്തിൻ്റെ മാത്രം കണ്ടാൽ മതി, കാരണം ഒരെണ്ണം മാത്രമേ യൂണിറ്റ് സർക്കിളിനകത്തുള്ളൂ. ആ റെസിഡ്യൂ എന്ന് പറയുന്നത് 1/3 ആയിരുന്നു, അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 2π/3 എന്ന് കിട്ടി. ഇങ്ങനെയാണ് റെസിഡ്യൂ തിയറം ഒരു ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ഫോമാറ്റ് എങ്ങനെയായിരിക്കണം, d(θ ഡിവൈഡഡ് ബൈ a + b cos θ എന്നായിരിക്കണം. പിന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇത് 0 to 2π തന്നെയാണോ എന്ന് നോക്കുക. സപ്പോസ് ഇത് 0 to π ആയിരുന്നെങ്കിൽ നിങ്ങൾ അതിനെ 0 to 2π ആക്കി മാറ്റണം. അതെങ്ങനെയാണ് മാറ്റുക, 0 to π കിടക്കുന്നതിനെ 0 to 2π ആക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ഇതുപോലെ തന്നെ യൂസ് ചെയ്യാവുന്ന വേറൊരു മെത്തേഡാണ്, അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷനാണ് i = ഇൻ്റഗ്രൽ -∞ to ∞ dx / 1 + x². ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെയും നമുക്ക് റെസിഡ്യൂ തിയറം യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യുക. ഇൻ്റഗ്രൽ -∞ to ∞ എന്ന് പറയുന്നതിന് പകരം ഇൻ്റഗ്രൽ ഓവർ സി എന്നെടുക്കാം. എന്നിട്ട് dx / 1 + x² dz / 1 + z² ആക്കി മാറ്റാം. ഇനി സി എടുക്കേണ്ടത് റോ e⁻iθ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷനാണ്. അതായത് റോ e⁻iθ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം കൂടി നോക്കാം, തീറ്റയുടെ വാല്യൂ 0 മുതൽ π വരെ. അപ്പോൾ നമുക്ക് മൊത്തത്തിലുള്ള സർക്കിൾ എടുക്കേണ്ട, ഒരു സർക്കിളിൻ്റെ മുകളിലത്തെ അപ്പർ ഹാഫ് മാത്രം എടുത്താൽ മതി. ഇനി ആ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ റോ ആയിരിക്കും. യൂണിറ്റ് സർക്കിൾ ആയിരുന്നെങ്കിൽ ആ റോ = 1 ആയേനെ. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പോകുന്നത് mod z = റോ e⁻iθ എന്ന് പറഞ്ഞ സർക്കിളാണ് സി ആയിട്ട് എടുക്കേണ്ടത്. സെമി സർക്കിളാണ് എടുക്കുന്നത്, therefore 0 മുതൽ π വരെ ആയിരിക്കും തീറ്റയുടെ വാല്യൂ. ഇനി സാധാരണ പോലെ തന്നെ സിംഗുലർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് dz / 1 + z² എന്നല്ലേ. അപ്പോൾ 1 + z² = 0 എന്ന് വരും. ദാറ്റ് ഈസ് z² = -1, z =
പ്ലസ് ഓർ മൈനസ് ഐ. ഇനി പ്ലസ് ഓർ മൈനസ് ഐയും നമ്മൾ മേളിത്തെ സർക്കിളല്ലേ എടുക്കാൻ പറഞ്ഞത്, അപ്പർ ഹാഫല്ലേ എടുക്കാൻ പറഞ്ഞത്. അപ്പം നമുക്ക് തന്നിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള രണ്ട് സിംഗുലർ പോയിൻറ്റ്സ് പ്ലസ് ഐയും മൈനസ് ഐയും ആണ്. മൈനസ് ഐ എടുക്കുന്നത് സർക്കിളിൻ്റെ താഴ്ഭാഗത്താണ്. അപ്പോൾ നമുക്കത് എടുക്കേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ സി എന്ന് പറയുന്നത് അപ്പർ ഹാഫ് സർക്കിൾ മാത്രമേ ഉള്ളൂ. ഇനി ഇതിനകത്താണ് പ്ലസ് ഐ എടുക്കുന്നത്. അപ്പോൾ ഐയുടെ മാത്രം റെസിഡ്യൂ കണ്ടുപിടിക്കാം. സോ ഫോർ എനി റോ ഗ്രേറ്റർ ദാൻ 1 ദ സെമി സർക്കിൾ എൻക്ലോസസ് ദ സിംഗുലർ പോയിൻറ്റ് സെഡ് ഈക്വൽ ടു ഐ ആൻഡ് നോ അതേഴ്സ്. എന്ന് വെച്ചാൽ അപ്പർ ഹാഫ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഐ മാത്രമേ അതിനകത്ത് വരുള്ളൂ. റോ എത്ര വലുതാക്കിയാലും ഐ മാത്രമേ വരത്തുള്ളൂ. ഈ മൈനസ് ഐ എടുക്കുന്നത് വൈ ആക്സിസിൻ്റെ നെഗറ്റീവ് സൈഡിലല്ലേ, അത് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഐയിൽ മാത്രം റെസിഡ്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ റെസിഡ്യൂ എങ്ങനെ വരും? ലിമിറ്റ് സെഡ് ടേൺസ് ടു ഐ സെഡ് മൈനസ് ഐ ഇൻറ്റു 1/1 പ്ലസ് സെഡ് സ്ക്വയർ എന്ന് വരും. 1 പ്ലസ് സെഡ് സ്ക്വയറിനെ സെഡ് പ്ലസ് ഐ ഇൻറ്റു സെഡ് മൈനസ് ഐ എന്ന് മാറ്റി എഴുതാമല്ലോ. ഇനി ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ആ റെസിഡ്യൂ എന്ന് പറയുന്നത് 1/2i എന്ന് കിട്ടും. Therefore integral over c dz divided by 1 plus z square equal to റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ്. റെസിഡ്യൂ ആകെ ഒരെണ്ണേ ഉള്ളൂ. ഇപ്പോൾ 1/2i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വിച്ച് ഇസ് ഈക്വൽ ടു പൈ എന്ന് കിട്ടും. ഇനി നമ്മളെടുത്തത് അപ്പർ ഹാഫ് സർക്കിൾ മാത്രമാണ്. അപ്പോൾ ഇനി താഴെ ഒരു പോർഷനും കൂടി ഇല്ലേ? ഏത് പോർഷനാണ്? റിയൽ ആക്സിസിൽ മൈനസ് റോ മുതൽ പ്ലസ് റോ വരെ വരുന്ന ആ ഒരു സർക്കിൾ. ഇതേ മൈനസ് റോ മുതൽ പ്ലസ് റോ വരെ വരുന്ന ആ ഒരു കർവ് ഉണ്ട്. പിന്നെ സർക്കിളിൻ്റെ ബൗണ്ടറി ഉണ്ട്. അപ്പോൾ റോ വലുതാക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള പോർഷനിലാണ് നമ്മളിപ്പോൾ തന്നെ റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്തിട്ടുള്ളത്, ഇൻസൈഡ് സി. ഇനി സി എന്ന് പറഞ്ഞ ബൗണ്ടറിക്കകത്ത് വരുന്നത് മൈനസ് റോ മുതൽ തുടങ്ങി പോസിറ്റീവ് റോ വരെ അവസാനിച്ച് സർക്കിളിൻ്റെ മേളിൽ കോടെ പോയിട്ട് ആ ഒരു ബൗണ്ടറി ചെന്ന് മൈനസ് റോയിൽ തന്നെ തിരിച്ചു വരണം. അപ്പോൾ ഇതിന് ഞാൻ 2 സെക്ഷനായിട്ട് തിരിക്കുകയാണ്. ആദ്യത്തെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് ആക്സിലൂടെ മൈനസ് റോ മുതൽ പ്ലസ് റോ വരെ ഉള്ളത്. പിന്നെയുള്ളത് ഈ മേളിത്തെ സെമി സർക്കിള് റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങി മേളിക്കോടെ പോയി മൈനസ് റോയിൽ ചെന്ന് അവസാനിക്കുന്നത്. അപ്പോൾ അതിലും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വാല്യൂ കൂടെ കൊണ്ട് ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. അപ്പോൾ ഇനി റിയൽ ആക്സിസിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ y കോർഡിനേറ്റ് 0 ആയിരിക്കും. നമ്മളൊരു കോംപ്ലക്സ് നമ്പറിനെ z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പോർഷനിൽ വരുമ്പോൾ z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ഈക്വൽ ടു എക്സ് തന്നെയാണ് കിട്ടുക. ഇനി ഈ സെമി സർക്കിളിലൂടെ പോകുമ്പോൾ നമ്മുടെ എന്താ പറയുക, സർക്കിളിൻ്റെ ഇക്വേഷൻ z ഈക്വൽ ടു റോ ഇ റേസ് ടു ഐ തീറ്റ അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി ഡി സെഡ് ബൈ 1 പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് റോ മുതൽ റോ വരെ പ്ലസ് ഇൻ്റഗ്രൽ 0 മുതൽ പൈ വരെ ഡി എക്സിൻ്റെ സ്ഥാനത്ത് റോ ഐ ഇ റേസ് ടു ഐ തീറ്റ ഡി തീറ്റ എന്ന് എഴുതി ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിന് പകരം 1 പ്ലസ് റോ സ്ക്വയർ ഇ റേസ് ടു 2i തീറ്റ എന്ന് കിട്ടും. ഇനി നമുക്ക് റോയിൻ്റെ വാല്യൂ നമുക്ക് വേണ്ടത് എത്രയാണ്? വലിയ സർക്കിളാണ് നമുക്ക് വേണ്ടത്. കാരണം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സീനെ വലുതാക്കി കൊടുക്കണം. സീനെ വലുതാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഡിയസ് വലുതാക്കുക. റേഡിയസ് വലുതാക്കണമെങ്കിൽ ലെറ്റ് റോ ടെൻസ് ടു ഇൻഫിനിറ്റി. റോ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഈ സെക്കൻഡ് ഇൻ്റഗ്രലിൽ റോ മേളിലും താഴെ റോ സ്ക്വയറും ആണ് ഉള്ളത്. അപ്പോൾ ഇൻഫിനിറ്റി ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി സ്ക്വയർ എന്ന് വരും. അല്ലെങ്കിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ നേരത്തെ റോ കോമൺ ആയിട്ട് പുറത്തെടുക്കുക, താഴത്തുനിന്ന് റോ സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തെടുക്കുക, എന്നിട്ട് വെട്ടിക്കളയുമ്പോൾ താഴെ ഒരു റോ കൂടെ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ 1/∞ ഈക്വൽ ടു 0 എന്ന് ആൻസർ കിട്ടും സെക്കൻഡ് ഇൻ്റഗ്രലിൽ. ഫസ്റ്റ് ഇൻ്റഗ്രലിൽ നമുക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യനിലെ എന്താ പറയുക, നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡി എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മൾ ഈ പേജിൻ്റെ ഏറ്റവും മുകളിൽ നോക്കിക്കേ, നമുക്ക് റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്തിട്ട് കിട്ടിയ പൈ എന്ന് പറഞ്ഞ വാല്യൂ. അപ്പോൾ റോ ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ പൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ഇൻറ്റു ഇൻഫിനിറ്റി ഡി എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് റൈറ്റ് സൈഡിലെ ഇൻ്റഗ്രൽ 0 എന്നും കിട്ടി. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ചെറിയൊരു ഇൻ്റഗ്രൽ അല്ലേ, അതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ ഉണ്ടായിരുന്നത്. ദെർഫോർ അതിൻ്റെ വാല്യൂ പൈ ആണെന്ന് കിട്ടും. ഇങ്ങനെയാണ് റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെയുള്ളത് കൺഫേമൽ മാപ്പിംഗ് ആണ്. അത് ചോദിക്കാറില്ല, അതിലൊറ്റ ക്വസ്റ്റ്യനും ചോദിക്കാറില്ല. ഇനി ഇൻ കേസ് എങ്ങാനും ചോദിച്ചാലോ എന്ന് വെച്ചിട്ട്
ഞാൻ അതിൻ്റെ നോട്ട് തരാം, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന്. മനസ്സിലാവുന്നില്ലെങ്കിൽ അതങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞേക്ക്.